ഇതൊരു യാത്രക്കുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. സമയവും സാഹചര്യവും ഒക്കെ നോക്കി നോക്കി നിന്ന് ഒരുപാട് നീണ്ടുപോയ യാത്ര. അതുകൊണ്ട് തന്നെ ഇത്തവണ സമയവും സാഹചര്യവും ഒന്നും നോക്കുന്നില്ല എന്ന് വെച്ചു. രണ്ടാമതൊന്ന് ചിന്തിക്കാനുള്ള സാവകാശം മനസ്സിന് കൊടുക്കാതെ പെട്ടെന്ന് കയറി തന്നെ അങ്ങ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ പ്ലാൻ അങ്ങ് വർക്കൗട്ടായി. ഈ ഒരു ഡെസ്റ്റിനേഷൻ കവർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയപ്പോഴേ വിചാരിച്ചതാണ് ഈ ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകുള്ളൂ. കാരണം ഈ ഒരു ഡെസ്റ്റിനേഷന്റെ വൈബ് അത് ഫീൽ ചെയ്യണമെങ്കിൽ എന്നെ പോലുള്ള ഒരാൾക്ക് ഒറ്റയ്ക്ക് പോയാലേ ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യത്തിനും സമയത്തിനും ഒക്കെ വേണ്ടി കാത്തിരുന്നെങ്കിൽ ഈ യാത്ര അങ്ങ് മനസ്സിൽ തന്നെ കടന്നേനെ. ഇതുപോലുള്ള നല്ല നല്ല തീരുമാനങ്ങൾ ഒരിക്കലും നടക്കാത്തത് നമ്മൾ പലപ്പോഴും മനസ്സിന് രണ്ടാമതും മൂന്നാമതും ഒക്കെ ചിന്തിക്കാനുള്ള സമയം കൊടുക്കുന്നുണ്ടാണ്. അങ്ങനെ മനസ്സിന് സമയം കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്ക് കാര്യമായ ഹോംവർക്ക് ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് പ്രത്യേക പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് സാരം. പിന്നെ ഒറ്റയ്ക്കുള്ള യാത്രയാകുമ്പോൾ അതിന് പ്രത്യേക പ്ലാനിംഗ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമ്മളെ മാത്രമല്ല എന്ത് സംഭവിച്ചാലും ബാധിക്കുള്ളൂ. അതുകൊണ്ട് നോ വറീസ്. പിന്നെ ഈ ഒരു ഡെസ്റ്റിനേഷന്റെ പ്രത്യേകത ഇവിടുത്തെ കാഴ്ചകൾ കാണുക എന്നുള്ളതൊന്നല്ല കേട്ടോ. ഈ ഒരു ഡെസ്റ്റിനേഷനുള്ള ഒരു ഫീൽ ഉണ്ട്, ഒരു വൈബ് ഉണ്ട്, അത് ആസ്വദിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നീണ്ട 2 ദിവസത്തെ ട്രെയിൻ യാത്രയും കഴിഞ്ഞ് നമ്മളിതാ ഗംഗാ നദിയും ക്രോസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ ആ വൈബുള്ള ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, വാരണസി. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് വാരണസി വിശേഷങ്ങൾ കണ്ടാലോ.